അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ വർഷത്തെ ഗുൽസാറെ ഉറുദുവിലെ ഗ്രാമർ ഭാഗത്തു നിന്നുള്ള അവസാനത്തെ പാഠാണ് സബക് നമ്പർ 10വാं सबक 10ാം പാഠം. പാഠം സാബിഖെ और ലാഹിഖെ. പ്രിഫിക്സ് അഫിക്സ് ഉണ്ടാവുമല്ലോ, ഒരു പദത്തിൻ്റെ മുന്നിൽ ചേർക്കുന്നത് പിന്നിൽ ചേർക്കുന്നത്. ഉദാഹരണം നോക്കിയാൽ മനസ്സിലാകും. നോക്കൂ, സാബിഖയ്ക്ക് മിസാല് പ്രഫിക്സ്. സാബിഖ എന്ന് പറഞ്ഞാൽ പ്രഫിക്സ്. പഠന എന്നുള്ള പദം നിങ്ങൾക്കറിയാം. അപ്പോൾ ആ പഠ് എന്നതിൻ്റെ കൂടെ അൻ എന്ന് ചേർക്കുമ്പോൾ എന്താകും? മറ്റൊരർത്ഥത്തിലേക്ക് കിടക്കും. അൻപढ़്, പഠിച്ചാത്തോന് എന്നാണ് അതിൻ്റെ അർത്ഥം. അൻതക്ക്, ക്ഷീണിക്കാത്തവൻ. അപ്പോൾ അൻ എന്നതിൻ്റെ മുന്നിൽ ചേർക്കുമ്പോൾ, ആ ഒരു ഹർഫ് ചേർക്കുമ്പോൾ അതിൽ മറ്റൊരർത്ഥം കിട്ടുകയാണ്. അപ്പം അങ്ങനെ ഒരു ഫായിദ അതിലൂടെ ഉണ്ട്. പിന്നെ രണ്ടാമത്തത് മറ്റൊരു ഉദാഹരണമാണ് സാബിഖയ്ക്ക്. ബാ എന്ന് ചേർന്ന് വരാം. ബാ അസർ, നല്ല അസറുള്ള, സ്വാധീനമുള്ള. ബാ അഥവാ നല്ല മര്യാദയുള്ള. പുർ എന്ന് വരാം. പുർജോഷ്, നല്ല ആവേശമുള്ള. പുർസോർ, നല്ല ബലമുള്ള എന്നതൊക്കെയാണ് പുർ എന്ന വാക്ക് വരുമ്പോൾ അതിൻ്റെ അർത്ഥം വരുന്നത്. അഹിൽ എന്ന പദം നിങ്ങൾ അറബിയിൽ സാധാരണ ഉപയോഗിക്കണം. അഹ്ലെ വത്തൻ, അഹ്ലെ വത്തൻ ജാനെ വത്തൻ ബൻക ദിഖാദോ, തും ഖാക്ക് സർറോം കബി ഇൻസാൻ ബനാദോ എന്ന് നിങ്ങൾ കഴിഞ്ഞ സെമസ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ധാരണ. അഹ്ലെ ഹിന്ദ്, ഇന്ത്യക്കാർ. അഹ്ലെ ഹിന്ദ്, ഇന്ത്യക്കാർ. അക്കാർ എന്നർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് അഹിൽ എന്ന് ചേർത്ത് കൊടുക്കുന്നു. ബദ് എന്ന് പറഞ്ഞാൽ മോശമായ എന്നർത്ഥമാണ് ബദ് ചേർന്ന ഉണ്ടാവുക. ബദ്ബു, ദുർഗന്ധം. ബദ്ബു, ദുർഗന്ധം. ബദ്മിസാജ്, ദുസ്വഭാവി. ബദ്മിസാജ്, ദുസ്വഭാവി. ഖുഷ്, ബദ് എന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് എന്ത് വരിക? ഖുഷ് എന്ന് വരിക. ഖുഷ് ഹാൽ, ഖുഷ് ഖിസ്മത്ത്, സൗഖ്യം. ഖുഷ് ഹാൽ, സൗഖ്യം. ഖുഷ് ഖിസ്മത്ത്, അത് സൗഭാഗ്യം. നേരെ മറിച്ച് അതിൻ്റെയൊക്കെ കൂടെ ബദ് എന്ന് ചേർത്താൽ നേരെ ഓപ്പോസിറ്റ്. ഖുഷ്ബു, ഖുഷ് മിസാജ് എന്നൊക്കെ വരും. ഇനി അഫിക്സുകൾ ലാസ്റ്റിൽ ചേർന്ന് വരുന്നത്, പദത്തിൻ്റെ അവസാനത്തിൽ ചേർന്ന് വരുന്നത്. അവസാനത്തിൽ ചേർന്ന് വരുന്നതാണ് ഒന്ന് അഫ്രോസ്, ദിലഫ്രോസ്. മനസ്സിനെ പിടിക്കുന്ന, മനസ്സിനെ എന്താകുന്ന, ആകർഷിക്കുന്ന. പിന്നെ റൗനഖ് അഫ്രോസ്. റൗനഖ് അഫ്രോസ് പറഞ്ഞാൽ സുന്ദരമായ, ഭംഗിയുള്ളതായ. പിന്നെ അന്താസ്, ഖലൽ അന്താസ്, ഇടർച്ചയുള്ള രീതിയിൽ. ദസ്ത് അന്താസ്. ബാസ്, ആതിഷ് ബാസ്, ധോക്കാബാസ്. ഈ ഖലൽ അന്താസ്, ദസ്തന്താസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരേ മാനക്കുള്ള തന്നെയാണ്. ഒരേ മാനയിൽ തന്നെയാണ് എൻ്റെ അർത്ഥം. എന്താ? ഈ ഇടർച്ചയുണ്ടാക്കുന്നവൻ, അല്ലെങ്കിൽ സുയിപ്പുണ്ടാക്കുക എന്നൊക്കെ പറയല്ലേ പച്ച മലയാളത്തിന്. അതിനൊക്കെ ഖലൽ അന്താസ്, ദസ്ത് അന്താസ് എന്നാണ് പറയാം. പിന്നെ ബാസ്, ആതിഷ് ബാസ് പറഞ്ഞാൽ തീ കൊണ്ട് കളിക്കുന്നവൻ. ധോക്കാബാസ്, കൊള്ളക്കാരൻ. ബാൻ എന്ന് ചേർത്ത് വന്ന കുറേ പദങ്ങൾ, പരിചയമുള്ള പദങ്ങൾ തന്നെയാണ്. പാസ്ബാൻ, സംരക്ഷകൻ. പിന്നെ കാവൽക്കാരൻ. ബാഗ്ബാൻ, തോട്ടക്കാരൻ. പിന്നെ ബഖ്ഷ് പറഞ്ഞാൽ നൽകുന്നത്. സിഹത്ത് ബഖ്ഷ്, ആരോഗ്യദായകം. മസറത്ത് ബഖ്ഷ്, സന്തോഷദായകം, സന്തോഷം നൽകുന്നതായ. ബച്പൻ, കുട്ടിത്തം. ഷഹാദത്ത് പൻ, ആ വീരമൃത്യു ഒരിക്കൽ, അതിനാണ് ഷഹാദത്ത് പൻ, ഷഹീദാവൽ എന്നാണ് അർത്ഥം. അപ്പോൾ സാബിഖ ലാഹിഖ എന്നത് കഷ്ടപ്പെട്ട് പഠിക്കാനൊന്നുമില്ല. ജസ്റ്റ് അതിൻ്റെ കായിക ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഉറുദു ज़बान में तरह तरह के नए अल्फाज बनाने और मानी हासिल होने के लिए कुछ मखसूस अल्फाज
दूसरे लफ्ज़ों में मिलकर आते हैं. ഉറുദു ഭാഷയിൽ വ്യത്യസ്തങ്ങളായ പുതിയ പദങ്ങൾ ഉണ്ടാക്കുവാനും പുതിയ അർത്ഥങ്ങൾ കിട്ടുവാനും ചില പ്രത്യേക വാക്കുകൾ മറ്റുള്ള പദങ്ങളോട് ചേർത്ത് കൊടുക്കാറുണ്ട്. ये दो किस्म की हैं. ഇത് രണ്ട് വിധത്തിലുള്ളതാണ്. സാബിഖ लाहिक़. साबिक़ लाहिक़. എന്താ സാബിक़? अगर ये लफ्ज़ दूसरे लफ्ज़ के आगे मिलाएं तो साबिक़ कहते हैं. ഈ ലഫ്സ് ഈ പദം മറ്റേ പദത്തിൻ്റെ തുടക്കത്തിലാണ് ചേർക്കുന്നത് എങ്കിൽ അതിനെ സാബിഖ പ്രഫിക്സ് എന്നും अगर ये लफ्ज़ दूसरे लफ्ज़ के पीछे मिलाएं तो लाहिक़ कहते हैं. മറ്റൊരു പദത്തിൻ്റെ അന്ത്യത്തിലാണ് അവസാനത്തിലാണ് ചേർക്കുന്നത് എങ്കിൽ അതിനെ ലാഹിഖ എന്നും വിളിക്കുന്നു. അതാണ് സാബിഖെ ലാഹിഖെ. ഇനി മക്കളെ മക്കളുടെ പരിപാടി എന്താണ്? മഷ്ഖ് എഴുതണം. മഷ്ഖ് എഴുതി ഫുള്ളാക്കണം. മുന്ദർജ സേൽ അൽഫാസ് സെ സാബിഖ और लाहिक़ अलग करके लिखिए. താഴെ കാണുന്ന പദങ്ങളിൽ നിന്ന് വാക്കുകളിൽ നിന്ന് സാബിഖകളേത് ലാഹിഖകളേത് എന്ന് വേർതിരിച്ച് എഴുതുക. അപ്പോൾ ഒന്നാമത്തതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഞാൻ ഒന്നാമത്തേത് പറയാം. ഹം സഫർ. ഹം എന്നിട്ട് ഹം സഫർ എന്ന് എഴുതിയിട്ട് അപ്പുറത്ത് ഹം ബ്രാക്കറ്റിൽ എന്ത് ചെയ്യുക? സാബിഖ. ഹം എന്നുള്ളത് തുടക്കത്തിലല്ലേ വന്നിട്ടുള്ളത്? സഫർ എന്നല്ലേ പദം? അതിൻ്റെ കൂടെ ഹം വേറൊന്നും ചേർത്തതല്ലേ? സഹയാത്രികൻ എന്ന സഹ എന്നർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹം എന്ന് എഴുതിയിട്ട് സാബിഖ എന്ന് എഴുതുക. എന്നിട്ട് അതിൻ്റെ അപ്പുറം സഫർ എന്ന് എഴുതുക. അതേപോലെ ബാക്കിയുള്ളതൊക്കെ എഴുതുക. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്? अपने दोस्तों के साथ एक पानी जहाज़ में सवार होने के बारे में एक फ़िक्रा लिखिए. നിങ്ങളുടെ കൂട്ടുകാരൻ്റെ കൂടെ നിങ്ങൾ വല്ല ബോട്ടിലോ അല്ലെങ്കിൽ കപ്പലിലോ തോണിയിലോ ഒക്കെ യാത്ര ചെയ്തതിൻ്റെ ഒരു അനുഭവം അല്ലെങ്കിൽ യാത്ര ചെയ്യുന്നതിൻ്റെ കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതുക. ജിസ്മേ 5 സാബിഖെ വാലെ और 5 ലാഹിഖെ വാലെ അൽഫാസ് മുസ്തഅമിൽ है. അതിൽ 5 സാബിഖകളും ലാഹിഖകളും 5 സാബിഖയും 5 ലാഹിഖയും അടങ്ങിയതായിരിക്കണം. ജുംലെ ബനായിയെ. മൂന്നാമത്തെ ചോദ്യമാണ്. 3 ജുംലെ ലിഖിയെ ജിൻമേ സാബിഖെ വാലെ അൽഫാസ് മുസ്തഅമിൽ ഹോ. സാബിഖയുള്ള 3 ജുംലകൾ. പിന്നെ 3 ജുംലെ ലിഖിയെ ജിൻമേ ലാഹിഖെ വാലെ അൽഫാസ് മുസ്തഅമിൽ ഹോ. ലാഹിഖയുള്ള 3 ജുംലകൾ. ഇങ്ങനെ 6 ജുംലകൾ എഴുതാനുണ്ട്. കൂടുതലൊന്നുമില്ല. ഇനി നമുക്ക് ഈ പാഠത്തിൽ ഷെയറുകളാണ് പഠിക്കാനുള്ളത്. ഒരു ഷെയറുണ്ട് നമുക്ക് ബാക്കി നിൽക്കണേ. ഇനി നമുക്ക് സിലബസിൽ മൊത്തം ബാക്കിയുള്ളത് ഒരു ഷെയറും അതുപോലെ മറ്റൊരു അപ്നി സുബാനിലുള്ള ഒരു അവസാനത്തെ ആഖിരി ഖദം എന്നുള്ള ഒരു പാഠവും. ഈ 2 പാഠങ്ങളാണ് അവശേഷിക്കുന്നത്. അതും വളരെ സുഖത്തോടുകൂടെ റാഹത്തായിട്ട് പഠിക്കുവാനും പഠിപ്പിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് തരട്ടെ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മഷ്കുകൾ ക്ലാസ് റൂമിൽ അയക്കുക മറക്കണ്ട. അസ്സലാമു അലൈക്കും.